ഞാൻ പറഞ്ഞേ ആത്മഹത്യ ചെയ്യാൻ ഒരു 1000 കാരണങ്ങളെങ്കിലും എനിക്ക് തന്നെ ഉണ്ട്. എൻ്റെ തീരുമാനങ്ങളാണ് എന്നെ തോൽപ്പിച്ചത്. എന്നെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ നികൃഷ്ടമായിട്ടാണ്. ഒരു നേരം വൃത്തിയായിട്ട് ആഹാരം കഴിക്കാൻ ആഗ്രഹിച്ച് കൊതിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇതൊന്നും കാണാൻ അച്ഛനും അമ്മയും ഇല്ല. ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ വെറും 10 വർഷമാണ്. കാരണം എൻ്റെ 10 വയസ്സിൽ ആണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് എത്തുന്നത്. കാരണം ഞാനിവിടെ നാട്ടിൽ ഒരു പരിപൂർണ തോൽവിയായിട്ട്, കാരണം നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അന്ന് ക്ഷേത്രത്തിൽ പോരുന്നത് എനിക്ക് അടി കിട്ടരുത് എന്ന് പ്രാർത്ഥിക്കാണ്. വളരെ മൃഗീയമായ രീതിയിലാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. എൻ്റെ കഞ്ഞിയാണ് എൻ്റെ ബ്രാൻഡ്. ഡി ഫൈറ്റർ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ദ ഫൈറ്റർ. കാരണം എൻ്റെ കഞ്ഞി കുടിച്ചാൽ ഡയബറ്റിക് ഇഷ്യൂസ്, അതർ എയിൽമെന്റ്സ്, ബോൾ മൂവ്മെന്റ്, എൻ്റെ കഞ്ഞി ഒരു മരുന്നല്ല. ഏറ്റവും ഡേഞ്ചർ ഷുഗറാണ്. സ്മോക്കിംഗ് കിൽസ് എന്ന് എല്ലാ തിയേറ്ററിലും എഴുതി കാണിക്കാം. സ്മോക്കിങ്ങിലാണോ ആൾക്കാർ കൂടുതൽ മരിച്ചിട്ടുള്ളത്, ഡയബറ്റിക്കിലാണോ? നാച്ചുറലി ഫെർമെന്റ് ചെയ്ത് വരുന്ന തെങ്ങും കള്ളിനോട് നമുക്ക് എന്താണ് ഇത്രയും വിരോധം? എന്തിനാണ് നമ്മൾ അതിനെ അധപ്പതിച്ച് കാണുന്നത്? എന്തുകൊണ്ട് കേരളം പോലത്തെ സംസ്ഥാനം നമ്മളെ സ്വന്തം തെങ്ങും കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? അന്ന് ഹോട്ടൽ പണിക്ക് പോകുമെന്നും പറഞ്ഞ് വീട്ടിൽ കളിയാക്കി. അങ്ങനെ അത് കട്ടിയിട്ട് അന്ന് MBA ആണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്പന്ദനം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറകെ പോയി. പക്ഷെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് വന്നു. ഒരു നോർമൽ ഡിഷ് പോലും തന്റെ മാജിക്കൽ ഫിംഗേഴ്സ് കൊണ്ട് അപൂർവമായ ഒരു ടേസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കലാകാരൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറച്ചേ അങ്ങനെയുള്ള ആൾക്കാരുള്ളൂ. അപ്പോൾ വെൽക്കം ഷെഫ്. നമ്മളിപ്പോൾ ഷെഫ് നളൻ ഷൈൻ സാറിൻ്റെ കൂടെയാണ് ഉള്ളത്. നമസ്കാരം. 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 എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ഞാൻ ജസ്റ്റ് ഒന്ന് ബയോഡാറ്റ ഇതിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാണ് അല്ലേ. ഒരുപാട് സമ്പന്നമായ കുടുംബത്തിൽ ജീവിച്ചിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു 50,000-ന്റെ മേലെ സാലറി ഉണ്ടായിരുന്നു. അതെ, അക്കാലത്ത് അതൊക്കെയായി നമ്മളെ വിശ്വസിച്ച് നമ്മളെപ്പോലെ നിഷ്കളങ്കരാണെന്ന് കരുതി നമ്മൾ കൊണ്ടുപോയ ആൾക്കാരിൽ നിന്നും തിരിച്ചടി കിട്ടി ഒന്നുമില്ലായ്മയിലേക്ക് വന്നൊരു നളനുണ്ട് അല്ലേ. അവിടെ നിന്ന് ഇതേ പിന്നെ എന്താ പറഞ്ഞ അവർക്ക് പോലും എന്താ പറയുക വിശ്വസിക്കാനാവാത്തൊരു മുന്നേറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ഹ്രസ്വമായ ഒരു കാലം കൊണ്ട് ഭാര്യയ്ക്ക് കൊടുത്തൊരു വാക്കിൽ നിന്നും വളരെ പെട്ടെന്ന് എന്താ പറയാ, നമ്മൾ ഒരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് ട്വിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു നിമിഷം കാലടറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു നളൻ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. അതിൽ ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാനായിട്ടുണ്ടായ ഒരു ഊർജമുണ്ടല്ലോ, അത് എന്തായിരുന്നു? അടിസ്ഥാനപരമായി പറഞ്ഞ ആദ്യം നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇത്രയും എന്നെ പറ്റി ഹോംവർക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. തുടക്കം തന്നെ എൻ്റെ സ്റ്റമ്പ് എറിഞ്ഞിട്ടു, പറയാതിരിക്കാൻ വയ്യ. ഇതൊരു എന്നോട് തന്നെയുള്ളൊരു റെസിപ്രിക്കേഷൻ, ഒരു റിനൈസൻസ് തോട്ട് പ്രോസസ്സിൽ നോക്കി. കാരണം ഒരു വലിയ മഹത്തായ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരാളാണ്. എൻ്റെ അച്ഛൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, എൻ്റെ അമ്മ ഭയങ്കര ബോൾഡാണ്. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ആത്മഹത്യ ചെയ്യാൻ ഒരു 1000 കാരണങ്ങളെങ്കിലും എനിക്ക് തന്നെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് ഇപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മളെപ്പോഴും നമ്മളെ മകനോട് പറയേണ്ടത് എന്താണ്, എന്നെ കണ്ടു പഠിക്കണം അല്ലേ. നമ്മൾ അബ്ദുൽ കലാമിനെയോ അഥവാ ഗാന്ധിജിയോ കണ്ടുപഠിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മകനോട് ഞാൻ പറയേണ്ടത് എന്നെ കണ്ടുപിടിക്കാം. അപ്പം നാളെ അവന് ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ അവൻ്റെ മക്കളുടെ അടുത്ത് പറയാനോ, എൻ്റെ അമ്മയും അച്ഛനെയും പറ്റി പറയുന്ന പോലെ ഞാൻ എന്തെങ്കിലും ബാക്കി വെക്കണം. എൻ്റെ തീരുമാനങ്ങളാണ് എന്നെ തോൽപ്പിച്ചത്. എൻ്റെ തീരുമാനങ്ങളാണ്. അതല്ലാണ്ട് ഞാൻ ഇതിനാരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും താങ്കൾക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ച ഒരു കാര്യം, കപട ചിന്താഗതികളുമായി ഞാൻ ജീവിക്കണമെന്നാണോ പറയുന്നത്? നേരെ മറിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി ലൂസിഫറിലെ ഡയലോഗ് നമുക്ക് പറയാം, അവൻ്റെ തന്തയുടെയും ഞാൻ എൻ്റെ തന്തയുടെയും ഗുണമല്ലേ കാണിക്കാൻ പറ്റും. എപ്പോഴും ഞാൻ അതേ കാണിക്കാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാളെ വിശ്വസിക്കാം. പലരും പറയും നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഒരാളെ വിശ്വസിക്കണം. വിശ്വാസമാണ് എല്ലാം. അത് അയാളുടെ അച്ഛൻ്റെ ക്വാളിറ്റിയോ അല്ലെ അമ്മയുടെ ക്വാളിറ്റിയോ ജെനസിസിൻ്റെ ക്വാളിറ്റിയോ കാണിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം അത്യുന്നതങ്ങളുള്ള ആ അൾട്ടിമേറ്റ് പവറിലാണ് അല്ലേ. എല്ലാ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്, വാട്ട് യു സോ ഷാൽ യു റീപ്. നീ എന്ത് ചെയ്യുന്നു അത് നിന്നിലേക്ക് തിരിച്ചു വരും, കർമ്മ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 70 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ 840 മാസം അല്ലേ ജീവിച്ചിരുന്നാൽ ഈ 840 മാസത്തിന്റെ ലൈബ്രറിയാണ് നമ്മുടെ ലൈഫ്. ഈ ലൈബ്രറിയുടെ ഓരോ താളുകളിലും നീ എന്ത് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിന്റെ ജീവിതം.
ഇത് മറ്റൊരാൾക്ക് റെഫറൻസ് ആക്കാൻ പറ്റിയാൽ അത് ധന്യമായി. അതെ. അതല്ലാത്ത പക്ഷം വന്നു പോയി എന്നല്ലാണ്ട് എന്താ അർത്ഥം? ശരിയാണ്. എനിക്ക് തോന്നുന്നു ഷെഫിന് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഷ്കളങ്കത മറ്റുള്ളവരിലും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ വന്നു അല്ലേ? അത് നിഷ്കളങ്കത ഒരു വളരെ ഡിഫറെൻറ്റ് ഫാക്ടറാണ്. ഇന്നസെൻസ് എന്ന് പറയുന്നത് ജനിച്ചന്ന് നഷ്ടപ്പെടുകയാണ്. അല്ല, ചതിക്കപ്പെടില്ല എന്നൊരു അത് ബേസിക്കലി നമുക്കുള്ള വിശ്വാസമാണ്. ഇന്നും എനിക്ക് ആ വിശ്വാസമുണ്ട്. ഇന്നും ജനങ്ങളിൽ വിശ്വസിച്ചാണ് പോകുന്നത്. എൻ്റെ സുഹൃത്തുക്കളായാലും ശരി, ബിസിനസ് പാർട്ട്നേഴ്സ് ആയാലും ശരി, അവരുടെ പുറത്ത് വിശ്വാസമാണ്. നമുക്ക് കോടതി കേസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവാം, പക്ഷെ എൻ്റെ അടുത്തൊരു ആദ്യം എന്താണ് വേണ്ടത്? നമുക്കൊരു ദൃഢമായ വിശ്വാസം. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? നമുക്ക് അയാളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിവുകളിലാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കഴിവുകൾ. ഇപ്പം എന്നെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുമെങ്കില്ല, അവർ രക്ഷപ്പെട്ടിരിക്കുക കാണണം. എൻ്റെ കാഴ്ചപ്പാട് ഇപ്പം ഞാൻ താങ്കളടുത്ത് പറഞ്ഞ നേരത്തെ താങ്കൾ ഹോംവർക്ക് ചെയ്താണൊക്കെ എൻ്റെ ഗ്രാഫ് ഞാനിരുന്ന് ഹോംവർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ശ്രീരാമജയം എന്ന് പറയുന്ന കണക്ക് ഞാൻ എപ്പോഴും 24/7 365 ഡേയ്സ് കുക്കിങ്ങിനെ ബേസ് ചെയ്തും അതിൻ്റെ സെഷൻസും ആ ഫുഡ് സയൻസും ബേസ് ചെയ്ത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ പോലും വേറെ ഒരു റീലോ ഒന്നും കാണില്ല. ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ഫുഡ്. ഞാൻ കുട്ടിക്കാലത്ത് ബോർഡിങ്ങിലായിരുന്നു. ഞാൻ ഏകദേശം 10 വയസ്സായപ്പോഴാണ് അച്ഛൻ്റെ അമ്മ എടുത്ത് എത്തുന്നത്. അതുവരെയും ബോർഡിങ്ങിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, ബോർഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, എന്നെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ നികൃഷ്ടമായിട്ടാണ്. ഞാൻ ഒരു നേരം വൃത്തിയായിട്ട് ആഹാരം കഴിക്കാൻ ആഗ്രഹിച്ച് കൊതിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇൻ മൈ വെരി ഏർലി ഏജ് ഓഫ് ചൈൽഡ്ഹുഡ്. ഒരു ആപ്പിൾ വാസ് എ വെരി ബിഗ് ലക്ഷറി ടു മീ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ചോറിൽ സഫീഷ്യൻ്റായ കറികൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ എൻ്റെ ലൈഫ് ഇന്ന് ഡൈൻ ലൈക്ക് എ കിങ് ആണ്. സോ വാട്ട് യു സോ ഷാൽ യു റീപ്പ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫ് ഒരു റെഫറൻസ് ആയിരിക്കണം. ഞാൻ അറിഞ്ഞ ഷൈൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് $50,000 ഒക്കെ വാങ്ങി. ഡോളേഴ്സ് അല്ല, എനിക്ക് 50,000 രൂപ 5,000 ദിറംസ് ആയിരുന്നു എൻ്റെ മിനിമം. ഏകദേശം 1 ലക്ഷം രൂപയോളം എനിക്ക് 25-28 എൻ്റെ ഏർലി സ്റ്റേജസ് എൻ്റെ സാലറിയാണ്. ഏകദേശം 1 ലക്ഷം ഇന്ത്യൻ രൂപ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഇൻ 2002-2003 കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ അത്രമാത്രം ഒരു ഹൈലി പൊസിഷനിൽ നിന്നൊരാള് ഇങ്ങനെ എന്തുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ഫുഡ് റിലേറ്റഡ് ഒരു ഫുഡ് സയന്റിസ്റ്റ് ആയത്, ആ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ഞാൻ നാട്ടിൽ വന്ന എൻ്റെ ഒരു ജേർണിയിൽ എപ്പോഴും ഫുഡ് വാസ് എ പാർട്ട് ഓഫ് മൈ ബിസിനസ് ആൻഡ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഹോട്ടൽ ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് എൻ്റെ വർക്ക് നടക്കുന്നത്. ഈ സമയത്ത് എനിക്ക് ഷെഫ്സുമായിട്ടാണ് റിലേഷൻസ് എല്ലാം. സിറിയൻ ആവട്ടെ, ചൈന തന്നെ ഞാൻ 5 years ഉണ്ടായിരുന്നു, മെക്സിക്കോയിലുണ്ടായിരുന്നു, ഞാൻ പോളണ്ടിലുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്ന അവിടുത്തെ കൾച്ചർ ആൻഡ് ഫുഡാണ്. അപ്പം ഞാനൊരു MBA പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ടൂറിസമാണ്. ഇപ്പോൾ ഇസ്താൻബുളിൽ പോയാലും ഏത് കൺട്രിയിൽ പോയാലും അവിടുത്തെ ടൂറിസമാണ്. ആ ടൂറിസം എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുന്നത് അവിടുത്തെ ദേശീ ഖാനയും ദേശീ ബിവറേജസും ബേസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ KTDC വിൽക്കുന്നത് ദേശീ ഖാനയാണോ ദേശീ ബിവറേജ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ അല്ലേ? കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഹാസ് ടു മൂവ് ദിയർ ദേശീ ഫുഡ് ആൻഡ് ദേശീ ഡ്രിങ്ക്സ്. ഇതാണ് ചൈന ആയാലും തായ്ലൻഡ് പോലും. തായ്ലൻഡിൽ പോയാൽ പോലും ഇറ്റ്സ് എ വെരി സ്മോൾ കൺട്രി അല്ലേ? അവിടെ പോലും തായ് ഫുഡ്, ചൈനയിൽ പോയാൽ ചൈനീസ് ഫുഡ്, ഇംഗ്ലണ്ടിൽ പോയാൽ ഇംഗ്ലീഷ് ഫുഡ്. ഇപ്പം കഴിഞ്ഞൊരു 35 years കൊണ്ടാണ് അറേബ്യൻ കൺട്രി പോലും ഇത്രയും ഫ്ലറിഷ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും? അറബിക് ഫുഡ്, അവരുടെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ഫുഡ് ഈറ്റിങ്ങുമാണ്. ഒരു അറബിയും നികൃഷ്ടം പിടിച്ചോ റോഡ് സൈഡിലെയോ തട്ടുകടയിലെയോ ഫുഡ് കഴിക്കില്ല. അവരുടെ ഫുഡിന് വേണ്ടി അവർ എന്തുമാത്രം പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കണം. അവരുടെ ഗ്രോത്തും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. ആൻഡ് ദേ ബിക്കെയിം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. കറക്റ്റ് അല്ലേ? ഇന്ന് അവരുടെ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി ആൾക്കാർ കിടന്ന് അടികൂടുകയാണ്. ഹൗ ഡിഡ് ദേ ബിക്കം സോ മച്ച് ഫ്ലറിഷ്ഡ്? ബിക്കോസ് ദ ഫുഡ് വർക്ക്ഡ് ഇൻ ദിയർ ലൈഫ്. അപ്പോൾ കേരളത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ഫുഡ് ക്വാളിറ്റി ജനങ്ങളിൽ മാറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ മൊത്തം കാണുന്നത് അന്യദേശത്തു നിന്ന് വന്ന ഫുഡ് അല്ലേ, ക്യുസീൻസ് ആണ്. അപ്പം നമ്മളെ കേരളീയൻ ഇല്ലെങ്കിൽ നമ്മളുടെ ജനറ്റിക് ടൈപ്പ് ഓഫ് ഫുഡ് പ്ലാനിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ണിനും അതിൻ്റെതായ മണവും അതിൻ്റെതായ രുചിയുമാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇനി ഹോസ്പിറ്റൽ ടൂറിസമാണ്.
കംപ്ലീറ്റ് ക്ലിനിക്സും ഹോസ്പിറ്റൽസും മുക്കിന് ഫാർമസിയൊക്കെ ആയി. പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് ഒരു ഫാർമസി കാണണമെങ്കിൽ നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിക്കും, അല്ലെങ്കിൽ ജംഗ്ഷനിൽ ഒരെണ്ണം കാണും, ചിലപ്പോൾ 2 എണ്ണം. ഇന്ന് മുക്കിന് ഫാർമസീസ് ആയി. ഹൗ? വൈ? ഇസ് ഇറ്റ് അലാമിങ്? സോ പീപ്പിൾ ഹാവ് ടു വർക്ക് ഓൺ ദ ഫുഡ്. ഇല്ലെങ്കിൽ വരുന്ന തലമുറകൾ എല്ലാം ഹോസ്പിറ്റൽസിൽ ചെന്ന് ലാൻഡ് ചെയ്യും. കാരണം അൺഹെൽത്തി ആവും. ചുമ്മാ ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് അലാമിംഗ് ആയിട്ടുള്ളത് അടുത്ത 10 ഇയേഴ്സിനകത്ത് നടക്കാൻ പോകുന്ന ചേഞ്ചസിൽ ഞാൻ നടത്തിയൊരു ഹോംവർക്കിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അടുത്ത 10 ഇയേഴ്സിനകത്ത് ഒരു പ്രഗ്നന്റ് ലേഡിയെ കണ്ടാൽ ആശ്ചര്യപ്പെടുന്ന രീതിയിലാവും. കാരണം ഇമ്പോർട്ടൻസിയും എല്ലാം ഹൈലി അലാമിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഇമ്പോർട്ടൻസിയും ഗൈനിക് ഇഷ്യൂസും എല്ലാം അലാമിംഗ് ആവുന്നത്? ഫുഡ് പ്ലാൻ. അവരുടെ എല്ലാം അവർ ഈ ഇൻ്റർമീഡിയറ്റ് ഡയറ്റ്, മറ്റേ ഡയറ്റ്, മറിച്ച ഡയറ്റ് പണിഷ് ചെയ്യാനാണോ നിന്നെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ആരാണ് ഈ നമ്മൾ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതാണ് സ്വർഗമെങ്കിലോ, താങ്കൾ ഈ സ്വർഗത്തിനകത്താണ് റിസൈഡ് ചെയ്തിരിക്കുന്നതെങ്കിലോ? നരകിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, കേൾവിയില്ല, കാഴ്ചയില്ല, കൈയില്ല, മൂക്കില്ല, കണ്ണില്ല. സോ ഐ ആം റിസൈഡിങ് ഇൻ എ ഹെവൻ and I call myself a star. And I am a universe. Millions of microorganisms depend on me. So think big. അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് I started rebuilding my mother's recipes. കുത്തരി ചോറും കാന്താരി ചമ്മന്തിയും ചക്ക അവിയലും ഏത്തക്ക പുളിശ്ശേരിയും കട്ടത്തൈരും ചെറിയ ഉള്ളിയും കാന്താരി മുളകും മീൻ മുളകിട്ടതും I started reworking on it. കാരണം ഒരു ടൂറിസ്റ്റ് എൻ്റെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കാൻ പറ്റുന്ന 5 കേരളീയൻ റെസ്റ്റോറൻറ്റ്സിൻ്റെ പേര് പറഞ്ഞു. ഫ്രം മാഹി ടു ട്രിവാൻഡ്രം, യു നെയിം മീ 5 കേരളീയൻ റെസ്റ്റോറൻറ്റ്സ് വേർ യു ക്യാൻ ഡൈൻ ഇൻ വിത്ത് യുവർ ഫാമിലി. കേരളീയൻ റെസ്റ്റോറൻറ്റ്. ഒന്നെങ്കിൽ തമിഴ്, ഇല്ലെങ്കിൽ അറബിക്ക്, ഇല്ലെങ്കിൽ ചൈനീസ്, ഇല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ. സോ നമ്മളെ കുട്ടികളോട് നമ്മൾ നീതിയാണോ പുലർത്തുന്നത്? ആരെങ്കിലും ഒരാൾ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിയുള്ളവരത് എടുക്കുന്നോ ഇല്ലയോ? ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് മണി. So that will be the idea behind the Culinary Academy, right? Exactly. Because I am the only academy in the whole universe who is training Keralian food. ഞാൻ പല സെഷനിൽ പോകുമ്പോഴും പല റെസ്റ്റോറൻറ്റ് മീറ്റിംഗ്സിന് പോകുമ്പോഴും പല ഷെഫ് അസോസിയേഷൻ മീറ്റിംഗ്സിന് പോകുമ്പോൾ ചോദിക്കും, നെയിം മീ വൺ. അത് മോശമല്ലേ? നമ്മളെ പേരുകൾ മാറുന്നു, നമ്മളെ കൾച്ചർ മാറുന്നു, നമ്മളെ രീതികൾ മാറുന്നു, നമ്മളെ സംസ്കാരം മാറുന്നു. ലാസ്റ്റിൽ തലയും ഇല്ല വാലും ഇല്ലാണ്ടാവും. നമ്മൾക്ക് പുതിയതൊന്നും അഡോപ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ചൈനയിൽ തന്നെ 10 ദിവസം ചൈനീസ് ന്യൂ ഇയറിന് കംപ്ലീറ്റ് ബന്ധാണ്. എല്ലാവരും കൾച്ചർ ഓറിയൻറ്റഡ്, ഫാമിലി ഓറിയൻറ്റഡ്, എക്സ്ചേഞ്ച്. അപ്പോൾ കേരളീയൻ കലിനറിയെ ബൂസ്റ്റ് ചെയ്യണം, കേരളീയൻ കൾച്ചറിനെ ബൂസ്റ്റ് ചെയ്യണം, കേരളീയൻ കലാചാരത്തിനെയും സംസ്കാരത്തിനെയും ആചാരത്തിനെയും അനുഷ്ഠാനങ്ങളെയും നഷ്ടപ്പെടാതെ നോക്കണം. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം, ഇപ്പോൾ അറേബ്യൻ രാജ്യം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ഇയേഴ്സ് ആയതേ ഉള്ളൂ. അവരുടെ കൾച്ചർ, അവരുടെ തോട്ട് പ്രോസസ്സ് 2000 വർഷം പഴക്കമുള്ള സംസ്കാരങ്ങളും 20,000 വർഷം പഴക്കമുള്ള സംസ്കാരങ്ങളും എല്ലാം അതിൻ്റെ ഒരു ചൈതന്യം നഷ്ടപ്പെടാതെ അത് ഫുഡ് കൾച്ചറിലൂടെ ട്രാവൽ ചെയ്യണം. വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. എങ്കിൽ നിങ്ങളുടെ ഫുഡ് പ്ലാൻ കറക്റ്റാണ്. നിങ്ങളെ ഇവിടെ നശിപ്പിക്കാനും അറണക്കലാക്കാനും ഈ പറഞ്ഞ ബ്രൂട്ടലി ട്രീറ്റ് ചെയ്യാനും നല്ല ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമി എന്ന് പറയുന്നത് അമ്മയുടെ വയറ്റിൽ താങ്കൾ 9 മാസം ഇരിക്കുമ്പോൾ മുകളിൽ വെള്ളവും അടിയിൽ വെള്ളവും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? ഒരു വാട്ടർ ബെഡിനകത്തല്ലേ ഇരിക്കുന്നത്, കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനകത്ത് ഫുഡുണ്ട്, ലൈഫുണ്ട്, അല്ലേ? എല്ലാം എക്യുപ്ഡ് ആണ്. അവിടുന്ന് വലിച്ച് പുറത്തിടുമ്പോൾ ഒരു സൈഡിൽ മരണവും ഒരു സൈഡിൽ ജനനവും നടക്കുകയാണ്. അതുപോലെ തന്നെയല്ലേ ഈ ഭൂഗർഭം ഇരിക്കുന്നത്? മുകളിൽ വെള്ളം, ക്ലൗഡ്സ് എല്ലാം, കറക്റ്റ് അല്ലേ? താഴെയും വെള്ളമല്ലേ, 3/4 ഭാഗവും വെള്ളം. ഇതിനകത്ത് താങ്കളെ സൂക്ഷിച്ചിരിക്കുമ്പോൾ കംപ്ലീറ്റ് വായു, ആഹാര പദാർത്ഥങ്ങൾ എല്ലാം ഈ അതായത് ഭൂമി മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും കാണാതെ നമ്മൾ സൊഫസ്റ്റിക്കേറ്റഡ് ആണ്, ഹൈടെക് ആണെന്നും പറഞ്ഞ് പോയി ഫ്ലാറ്റ് എടുത്തിട്ടിട്ട് വീക്കെൻഡ്സിനും ഹോളിഡേയ്സിനും പോയി കാട്ടിലും ക്യാമ്പും കിടന്നിട്ട് വാവ് വാട്ട് എ വണ്ടർഫുൾ നേച്ചർ, ബ്യൂട്ടിഫുൾ നേച്ചർ, 10,000, 10,000, 20,000 രൂപ മുടക്കി പോയി കിടക്കും. വിരോധാഭാസമല്ലേ? തിരിച്ചല്ലേ വേണം? തിരിച്ചല്ലേ ജീവിതത്തെ ചിന്തിക്കുന്നത്? ഒന്ന് മാറി ചിന്തിച്ചു.
അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്രകൾ ഞാൻ ഈ മാറി ചിന്തിച്ചപ്പോൾ കൊള്ളാം, ചൈതന്യവും പൈതൃകവും അതൊക്കെ അന്വേഷിച്ച് സംസ്കാരവും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അത് ബാക്കിയുള്ളവർക്ക് ഒരു റെഫറൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഭക്ഷണം ഔഷധമാണ് അല്ലേ? അതെ. അപ്പോൾ അതേപോലെ തന്നെ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ ശരിക്കും? ഓരോരുത്തരുടെയും ശരീരപ്രകൃതം അനുസരിച്ചിട്ടാണ് അവനവൻ്റെ നാട്ടിൽ അവനവൻ്റെ ഫ്യൂവൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലാവുന്നു. ആനയ്ക്ക് കൊടുക്കുന്നതും സിംഹത്തിന് കൊടുക്കുന്നതും രണ്ടും രണ്ട് തരത്തിലെ വിഭവങ്ങളാണ്. അത് വിഭവങ്ങളുടെ കുറ്റമല്ല. നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ ഇതെൻ്റെ ജനറ്റിക്സുമായിട്ട് ബന്ധമുള്ളതാണോ? ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ താങ്കളിപ്പോൾ ഒരു റോൾസ് റോയ്സ് വാങ്ങിക്കുന്നു, അതിന് പോലും താങ്കളടുത്ത് പറയുകയാണ് ഇന്ന ഫ്യൂവലേ അടിക്കാവൂ എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ വണ്ടിയായിട്ട് അവിടെ പോയി ആ ഫ്യൂവലേ അടിക്കും. അതും ഒരു പെട്രോൾ തന്നെയാണ്. താങ്കൾ എന്തുകൊണ്ട് ഒരു തേർഡ് റേറ്റഡ് പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്നില്ല? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഏത് കുലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എൻ്റെ ജനറ്റിക്സ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ ജനറ്റിക്കിനകത്തുള്ള ഇപ്പോൾ പലരും പറയാറുണ്ട് ഡയബറ്റിക് ഒരു ജനറ്റിക് ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ മരിച്ചു, ഫോർ എക്സാമ്പിൾ. എൻ്റെ മുത്തശ്ശി ക്യാൻസർ വന്നല്ല മരിച്ചു, അവരുടെ മുത്തശ്ശി ക്യാൻസർ വന്നല്ല മരിച്ചു. ഇപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ആർക്കും ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ അതിനെ ജനറ്റിക് എന്ന് വിളിക്കുന്നത് തെറ്റല്ലേ? ഒരു മിസ് ഇൻറ്റർപ്രിറ്റേഷനാണത്. എന്താണ് ജനറ്റിക്സ്? 1000 കൊല്ലം 10000 കൊല്ലം തൊട്ട് ഷുഗറും പിടിച്ചാണോ ഞാൻ വന്നിരിക്കുന്നത്? അല്ല, എവിടെയോ വഴിതെറ്റി അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ ഭാഗമായി അവർ ബ്രീഡ് ചെയ്തതിനകത്തുണ്ടായ മിസ്റ്റേക്കിന് നമ്മൾ സഫർ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി അടുത്തത് ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പ്, കാരണം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ കിഡ്സ്, യുവർ ബ്രീഡ്സ്. ഒരു അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ടത് അവന് 10 സെൻറ്റ് പുരടമുണ്ടോ കാറുണ്ടോ ബസ്സുണ്ടോ അല്ല, അവൻ്റെ പ്രോഡക്റ്റ് എന്തുമാത്രം ഹെൽത്തി ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. അതാണായാലും പെണ്ണായാലും. ഇനി സ്കൂളുകളിൽ AI വന്നല്ലോ അല്ലേ, ചാറ്റ് GPT ഒക്കെ വന്നു. ഇനി ഷോ മീ എ ഹൗസ് വിച്ച് ഹാസ് 4 bedrooms ആൻഡ് ബ്ലാ 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 എന്ന് പറഞ്ഞാൽ ഉടനെ ചാറ്റ് GPT നമ്മൾ വീട് ലീഗൽ ഡൗട്ട്സ് ചോദിച്ചാൽ ചാറ്റ് GPT കാണിച്ചു തരും. ഇന്ത്യൻ പ്രസിഡന്റ് തൊട്ട് ഓസ്ട്രേലിയൻ പ്രസിഡന്റിന്റെ പേര് വരെ ചാറ്റ് GPT പറഞ്ഞു തരും. അപ്പോൾ ഇനി എന്തായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടതും പഠിക്കേണ്ടതും? ഇതൊക്കെ കുത്താനും നോക്കാനും തലമുറകൾ ഉണ്ടാവണ്ടേ? ഇനി സ്കൂളുകൾ വരാൻ പോകുന്നത് നോട്ട് ചെയ്തോണം. രാവിലെ താങ്കളുടെ കുട്ടി എന്ത് കഴിച്ചു? സ്പ്രൗട്ടഡ് ബീൻസ്, കുറച്ച് ചിക്ക് പീസ്, വി ഗേവ് എം എ പീസ് ഓഫ് മിൽക്ക്, എ ഗ്ലാസ് ഓഫ് മിൽക്ക്, ഇതെല്ലാമായിരിക്കും. ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? മാഡം വി ഗേവ് എം വണ്ടർഫുൾ മീൽ, ഇറ്റ് വാസ് വിത്ത് സ്പ്രൗട്ടഡ് ബീൻസ്, വി എൻഷുർ ദാറ്റ് ഹി ഹാഡ് കാൽസ്യം ആൻഡ് സം പ്രോട്ടീൻസ്. ഈ റേഞ്ചിലേക്കാണ് ഇനി സ്കൂൾ എഡ്യൂക്കേഷൻ. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോവാ, വൈകിട്ട് മക്കളെ വിളിച്ചുകൊണ്ടിരുമ്പോഴത്തേക്ക് മക്കൾ എന്ത് കഴിച്ചെന്നുള്ളതാണ് പ്രധാനം. ഈ സ്കൂളുകളിലെല്ലാം 1700ഓളം CBSE സ്കൂളുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരു 5 സ്കൂളിൻ്റെ പേര് പറയാം. കുട്ടികളെ പ്രോപ്പറായിട്ട് ഈറ്റിംഗ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? ആദ്യം വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ എന്നല്ലേ? അങ്ങനാണെങ്കിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് വാ തുറന്ന് എന്ത് കഴിക്കണം എന്നുള്ളതാണ്. വാ തുറന്ന് എന്ത് കഴിക്കണം എന്ന് പഠിപ്പിച്ചാൽ വാ തുറന്ന് എന്ത് പറയണമെന്നുള്ളത് അവൻ്റെ ഫുഡ് പഠിപ്പിക്കില്ലേ? ഓക്കെ, ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെയാണ് നമ്മുടെ പാരമ്പര്യമായ കഞ്ഞിയും കാന്താരി ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടാണ് വെസ്റ്റ് ബംഗാൾ ഗവർണറുടെ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ എന്തുകൊണ്ട് കഞ്ഞിയും കാന്താരി ചമ്മന്തിയും എന്നുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു? കേരളത്തിൽ വന്ന അവസ്ഥയിൽ കഞ്ഞി എന്ന് വിളിച്ചാൽ ഒരു തെറി പോലാണ്. അതെ, താങ്കളെ ഡോഗ് എന്ന് വിളിക്കാം, പക്ഷെ പട്ടി എന്ന് വിളിക്കരുത്. മൈ ഡോഗ് എന്ന് പറയും. അപ്പം ഞാൻ പിന്നെയും പറഞ്ഞ പോലെ പട്ടി എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്, കഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അപ്പോൾ കഞ്ഞിയെ ബ്രാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, ചമ്മന്തിയെ ബ്രാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കഞ്ഞി എന്ന് പറഞ്ഞാൽ 5 ധാന്യങ്ങൾ സ്പ്രൗട്ട് ചെയ്ത് ഒരു സ്പെഷ്യൽ സൺലൈറ്റിൽ ഷ്രെഡ് ചെയ്ത് വരുന്ന കഞ്ഞിയാണ്. ഈ കഞ്ഞി കുടിച്ചാൽ ഒന്ന് ഡയബറ്റിക് എയിൽമെൻറ്റ്സിനെ ഇത് തടയും. വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് ചെയ്താൽ ഡയബറ്റിക് ഒരു റിവേഴ്സിബിൾ ഡിസോർഡറാണ്. ഇതിപ്പോൾ എല്ലാ ഡോക്ടേഴ്സും അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 1500 കിലോളം കഞ്ഞി ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ കഞ്ഞി അങ്ങനെ ഞാൻ ഗവർണറിൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ വെച്ച് കണ്ടു കൊടുക്കുകയാണ്. 18 years ഓഫ് എയിൽമെൻറ്റ്സിന് പുള്ളിക്ക് റിക്കവറിയുടെ ഭാഗത്തേക്ക് മാറാൻ പറ്റിയത് കൊണ്ട് പുള്ളി എന്നെ ഇവിടുന്ന് അവിടെ വിളിച്ച് പാരിതോഷികം തന്നു, സ്ക്രോൾ ഓഫ് ഓണർ തന്നു, ക്യാഷ് അവാർഡൊക്കെ തരിക ചെയ്തത്.
എൻ്റെ കഞ്ഞിയാണ് എൻ്റെ ബ്രാൻഡ്. ഡി ഫൈറ്റർ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ദ ഫൈറ്റർ. കാരണം എൻ്റെ കഞ്ഞി കുടിച്ചാൽ ഡയബറ്റിക് ഇഷ്യൂസ്, അതർ എയിൽമെൻറ്റ്സ്, ബോൾ മൂവ്മെൻറ്റ്, എൻ്റെ കഞ്ഞി ഒരു മരുന്നല്ല, എൻ്റെ കഞ്ഞി ഒരു ഫുഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോപ്പർലി പ്ലാൻഡ് ഫുഡ്, വളരെ ഡെലീഷ്യസ് ആണ്. ഞാൻ കഞ്ഞി കമ്പനി എന്നും പറഞ്ഞ് യൂണിറ്റുകൾ തുടങ്ങണം. കേരളം സ്റ്റാർബക്സ് ഒക്കെ പോലെ തന്നെ കഞ്ഞി കുടിക്കണം, ഹെൽത്തി ഡൈനിങ്ങിലേക്ക് വരണം. കാരണം ഇപ്പം മുക്കിന് പൊറോട്ട ഷോപ്സായി. ഈ പൊറോട്ട പണ്ടുണ്ടാക്കുന്നതും ഇന്നുണ്ടാക്കുന്നതും രണ്ട് കൾച്ചറൽ സ്റ്റാൻഡേർഡിലാണ്. പണ്ട് മുട്ട ചേർത്തായിരുന്നു പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വയറ്റിൽ പോയാലും നേരത്തെ പറഞ്ഞ കണക്ക് അതിന് ലൈഫുണ്ട്. ഇന്നില്ല റബ്ബർ ഷീറ്റ് പോലത്തതാണ്. ഈ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ പിന്നെ താങ്കളുടെ ഗട്ട് സഫർ ചെയ്യാം. താങ്കളുടെ ഗട്ടാണ് താങ്കളുടെ ദൈവം, താങ്കളുടെ ഗട്ട് ഇൻ്റലിജൻസ്. എന്താ പറയുക, ഗട്ട്സ് ഉണ്ടെങ്കിൽ തൊടറാന്നല്ലേ പറയുന്നത്, ബുദ്ധി കൊണ്ട് തൊടാൻ പറയും. അപ്പം ഗട്ടിനെ എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാപ്പി ആക്കുന്നു. നിങ്ങൾ ഒരു ദിവസം ഒരു 5 മിനിറ്റ് നിങ്ങളെ ഗട്ടിനോട് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ വിചാരം നിങ്ങളുടെ ഗട്ട് ഒന്നും കേൾക്കുന്നില്ല എന്ന്. നിങ്ങൾ 70 മില്യൺ സെൽസിൻ്റെ ഉടമസ്ഥയാണ് ആസ് ഓഫ് നൗ. ആ എവറി സെൽ ഇസ് ഈവ് ഡ്രോപ്പിംഗ്. ആ സെല്ലിനോട് സംസാരിച്ചിട്ട് കറക്റ്റ് ഫുഡ് കൊടുത്താൽ, നേരത്തെ ഈ പറഞ്ഞ കണക്ക് എവറി ഹ്യൂമൻ ഇസ് എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ. എവറി ഹ്യൂമൻ. അത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ലൈഫ് സ്പാൻ വെച്ചിട്ടല്ല കാൽക്കുലേറ്റ്. കാരണം ലോകത്തിലെ മഹാന്മാരെയൊക്കെ എടുത്ത് നോക്കിയാൽ 30ാമത്തെ വയസ്സിൽ വിസ അടിച്ചു പോയ ആൾക്കാരാണ് അല്ലേ. ജീസസ് ക്രൈസ്റ്റിനെ എടുത്താൽ അങ്ങനെ പോയി, രാമാനുജനെ എടുത്താൽ ഇങ്ങനെ പോയി. അങ്ങനെ 30 വയസ്സിലാണ് അടിസ്ഥാനപരമായുള്ള ഭയങ്കര എക്സ്ട്രാ ജീനിയസ് ആണ്. എനിക്കൊന്ന് ശങ്കരാചാര്യരും ഓൾമോസ്റ്റ് 30s പോയത്, സമാധി കളഞ്ഞതാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ശരിയായിരിക്കും, തെറ്റായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എത്ര നാള് ജീവിച്ചു എന്നുള്ളതല്ല, ആ 30 വയസ്സിനകത്ത് ദേ ക്രിയേറ്റഡ് ഹിസ്റ്ററി അല്ലേ. സോ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ഗട്ട്, ഇപ്പം മുത്തശ്ശി കഥയിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ ഗട്ടിനെ നിങ്ങൾ ഹാപ്പി ആക്കണം. നിങ്ങളുടെ ഗട്ടിന് വേണ്ട കാര്യങ്ങൾ പ്രോബയോട്ടിക്സ്, നല്ല ഫുഡാണ്. അതിൽ ഏറ്റവും പ്രധാനം നല്ല പഴങ്കഞ്ഞിയും നല്ല കുത്തരി ചോറും കാന്താരി ചമ്മന്തി. ഈ കാബ്സ് എന്നൊക്കെ പറയുന്നത് തൂക്കി കഴിച്ചാൽ മതി. കാബ്സ് കട്ട് ചെയ്തു, ഇത് ഭയങ്കര സ്റ്റൈലാണ്. ഞാനിപ്പോൾ കാബ്സ് എടുക്കാറില്ല. ഏറ്റവും ഡേഞ്ചർ ഷുഗറാണ്, പഞ്ചസാര. സ്മോക്കിംഗ് കിൽസ് എന്ന് എല്ലാ തിയേറ്ററിലും എഴുതി കാണിക്കുന്നു അല്ലേ സിസ്റ്റർ? ശരി. സ്മോക്കിങ്ങിലാണോ ആൾക്കാർ കൂടുതൽ മരിച്ചിട്ടുള്ളത്, ഡയബറ്റിക്കിലാണോ? അപ്പോൾ ഷുഗർ കിൽസിനോട് എഴുതി കാണിക്കണം. അമിതമായാൽ അമൃതം വിഷം. ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ഒരു പാരമ്പര്യമായ ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഞ്ഞിയായിരിക്കുമോ? ഇന്റർനാഷണൽ ലെവലിൽ നാഷണൽ ലെവലിലും നമുക്കതിനെ വിലയിരുത്താൻ പറ്റില്ല. നമ്മൾക്ക് ജനറലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറൽ സ്റ്റാൻഡേർഡിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളെ ബോൺ ഒരു കാൽസ്യം ആണെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനല്ലേ കേട്ടിട്ടുള്ളത്? നമ്മളെ ബോൺ ബേസിക്കലി ഒരു ഗ്ലാസ് സീ വാട്ടർ എടുത്താൽ ആ സീ വാട്ടറിലുള്ള എല്ലാ മിനറൽസും നമ്മളെ ബോണിൽ ഇൻവോൾവ് ആണ്. എല്ലാ മിനറൽസും, കാൽസ്യം മാത്രമല്ല. ഇതാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കണം പണ്ട് കാലത്ത് അസ്ഥി കൊണ്ടുപോയി കടലിൽ ഒഴുക്കി നമുക്കൊരു മെസ്സേജ് തന്നിരുന്നത്, എടാ നീയും കടലും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അതിനെയാണ് സെൽറ്റിക് സോൾട്ട് അഥവാ കെൽറ്റിക് സോൾട്ട് എന്ന് പറയുന്നത്. നമ്പർ 1. നമ്പർ 2, നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് യു ആർ ബീങ് കുക്ക്ഡ് എവറി ഡേ. ജനിച്ച അന്ന് മുതൽ താങ്കളുടെ ഈ യൂണിവേഴ്സ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാമോ അതിനെ ബേസ് ചെയ്ത്? അതിന് പറയുന്നതാണ് ഗ്ലൈക്കേഷൻ. യു ആർ ഗെറ്റിംഗ് ഗ്ലൈക്കേറ്റഡ് എവറി സെക്കൻഡ് ഫ്രം ദ ഡേ യു ആർ ബോൺ. അതുകൊണ്ടാണ് ഇത് വെള്ളയായി, പിങ്കായി, ബ്രൗണായി, കറുപ്പായി, ഡിമായി. സോ ഈ കുക്കിങ്ങിന് നമ്മൾ വാല്യൂ ആഡ് ചെയ്യണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഐ എം നോട്ട് റെഡി ടു ഗെറ്റ് ഗ്ലൈക്കേറ്റഡ് സോ ഫാസ്റ്റ്. സോ ഞാൻ കട്ട് ചെയ്യും. ഒരു പ്രധാന ഷുഗർ ഞാൻ ഇടത്തില്ല. അത്യാവശ്യം എന്നെ പെട്ടെന്ന് അങ്ങനെ നീ കുക്ക് ചെയ്യണ്ട. യൂണിവേഴ്സ് ഈസ് കുക്കിംഗ്. യൂണിവേഴ്സ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബീയിങ്. അപ്പോൾ ഇത് ഓരോ നാഷണലിലും ഇൻ്റർനാഷണലിലും എല്ലാ ദേശത്തും അവനവൻ്റെ കൾച്ചറും അവനവൻ്റെ മണ്ണും അനുസരിച്ചാണ് ഫുഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഫുഡിനെ എടുത്തു വെച്ചിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. യു ക്യാൻ ടേസ്റ്റ്, ഡോണ്ട് ഈറ്റ്, ബിക്കോസ് യുവർ ജനറ്റിക് വിൽ നോട്ട് സപ്പോർട്ട് ദാറ്റ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഇറ്റ് വാസ് നൈസ്. വല്ലപ്പോഴും ഒന്ന് പോയി ടേസ്റ്റ് ചെയ്യാം. 1 time ടേസ്റ്റിംഗ്, 2nd time. അതർ ദാൻ ദാറ്റ്
നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രോഡക്റ്റിന് എന്തിനാണ് നാഷണലും ഇൻ്റർനാഷണലും ഒക്കെ. പിന്നെ ജനറൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഗ്രീൻസ്, പൾസസ്, മില്ലറ്റ്സ്, ഇത് ജനറൽ ഹ്യൂമൻ ബീങ്സിൻ്റെ സ്റ്റാൻഡ്. ഇത് ഓരോ കൾച്ചർ അനുസരിച്ച് നമുക്ക് പോറിഡ്ജ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ കഞ്ഞി. ഈ പൊറിഡ്ജ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനതായ രുചിയാണല്ലോ. അപ്പോൾ വിദേശങ്ങളിലോട്ട് പോകുമ്പോൾ ദേ ആർ നോട്ട് അറ്റ് ഓൾ യൂസ്ഡ് വിത്ത് പൊറിഡ്ജ്. അവർ ഉപയോഗിക്കാത്ത ഒരു ഇതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമുക്ക് വിഷയം ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മതി. പാമ്പിനെ പൊരിച്ച് തിന്നുന്ന രാജ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്, എലിയെ കട്ട് ചെയ്ത രാജ്യം. അപ്പോൾ അതിന് ടേസ്റ്റ് ഇല്ലെന്നാണോ പറയുന്നത്? ബ്രാഹ്മണന് മീൻ കാണുമ്പോൾ ശബ്ദിക്കാൻ വരും, അപ്പോൾ മീന് ടേസ്റ്റ് ഇല്ലെന്നാണോ? ടേസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കറക്റ്റ് ചെയ്താൽ അവർ കഴിക്കും. ടേസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ടേസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ആൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ കൊച്ചുനാൾ കുടിച്ചു വന്ന അല്ലെങ്കിൽ കഴിച്ചു വന്ന രീതികളെ നിങ്ങൾ ടേസ്റ്റ് എന്ന് വിളിക്കുന്നു. എന്നെ മോഹൻലാലെന്ന് വിളിച്ചാൽ മോഹൻലാലാവും? ആവില്ല. നിങ്ങളെ തോട്ട് പ്രോസസ്സാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടേസ്റ്റ് എന്ന് പറയുന്ന ഒന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടില്ല, ഇതാണ് എൻ്റെ ടേസ്റ്റ്. ഇത് ഇൻ്റർനാഷണലി നമ്മൾ പൊർട്രേ ചെയ്യുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമുക്കതിനെ ഒന്ന് കമ്പോസ് ചെയ്യാം. ചിലപ്പോൾ അവർക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ശരിയാവില്ലായിരിക്കാം, ചിലപ്പോൾ അവർക്ക് കോക്കനട്ട് മിൽക്ക് ശരിയാവില്ലായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പൾസസ്, പൗഡേഴ്സ്, ചില്ലി, ഇവർക്കെല്ലാം ഒരു ജനറൽ ക്വാളിറ്റി ഉണ്ട്. ജനറൽ. പിന്നെ ഓരോ നാടിൻ്റെ പെപ്പറിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡും ഉണ്ട്. അതനുസരിച്ച് നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം മെഡിസിനെ സ്റ്റാൻഡേർഡ് ചെയ്യുന്നതാണ്. അതല്ലാണ്ട് ടേസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാഷണലിയും ഇൻ്റർനാഷണലിയും ഒന്നിനെയും കൊണ്ടുവരാൻ പറ്റില്ല. അതെല്ലാം കെമിക്കൽ ഓറിയൻറ്റഡേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ താങ്കൾ കഴിക്കുന്ന കെച്ചപ്പ് കെമിക്കൽ ഓറിയൻറ്റഡ് ആണ്. എല്ലാം ബേസിക്കലി ഇപ്പോൾ ഏത് സോസസ് എടുത്താലും ഏത് പാക്കറ്റ് പ്രോഡക്ട്സ് എടുത്താലും ഇതിനകത്തെല്ലാം കെമിക്കൽ വെച്ചിട്ടാണ് താങ്കളുടെ ബ്രെയിനിനെ ചീറ്റ് ചെയ്യുന്നത്. ഈ ബ്രെയിനിനെ ചീറ്റ് ചെയ്യുമ്പോൾ താങ്കൾ വിചാരിക്കുന്നു ഇതിന് ടേസ്റ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അതിനകത്ത് ചതിക്കപ്പെടുന്നത് കുട്ടികളാണ്. ഇപ്പോൾ ഓരോന്ന് ഹെൽത്തി ഡ്രിങ്കാന്ന് പറഞ്ഞ് കുട്ടിക്കാലം തൊട്ട് കലക്കി തന്നിട്ടുണ്ട് നമുക്ക്. ഇന്ന് പറയുന്നത് മൊത്തം പഞ്ചസാരയാണ്, അല്ലേ? സോ അങ്ങനെ നമുക്ക് ഒന്നിനെയും നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുക, വീട്ടിൽ കുക്ക് ചെയ്യുക, അത്യാവശ്യമുള്ള സാധനങ്ങൾ പുറത്തെടുക്കുക. കുറച്ചും കൂടെ ക്ലിനിക്കലി ചിന്തിച്ചില്ലെങ്കിൽ ഇറ്റ്സ് റിയലി അലാമിങ്. ഗീതമ്മ എന്ന ക്യൂനിന്റെ പ്രിൻസിന് അമ്മ ഉണ്ടാക്കുന്ന ഒരു രുചി ഉണ്ടാവുമല്ലോ നമ്മുടെ നാവൻ തുമ്പിൽ ഇപ്പോഴും ഉള്ളത്. ആ ഒരു ഡിഷ് എന്താണ്? തേങ്ങ അരച്ച മീൻകറി. അയ്യോ, അമ്മ എല്ലാ ദിവസവും, അതായത് മാങ്ങ, തേങ്ങയും മുരിങ്ങയ്ക്ക് ഇട്ടിട്ട് ഒരു മീൻകറിയാണ്. അത് ഈ തേങ്ങ അരച്ച മീൻകറി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം പറയുമ്പോഴും എൻ്റെ വായിൽ കൂടെ വെള്ളം വരാണ്. ഞാൻ പറഞ്ഞു പിന്നെ അമ്മയ്ക്കൊരു 25-30 മിനിറ്റ്സ് മതി കുക്ക് ചെയ്യാൻ. നമ്മളൊരു 12 മണി വരെ ഞാൻ കഥയും പറഞ്ഞിരിക്കും. ടബേന്ന് പോകും, 12:30 വന്നിട്ടുണ്ടെങ്കിൽ ഊണ് റെഡിയാണ്. ഒരു മോരുകറിയാണ്. അതും പുളിശ്ശേരി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഭയങ്കര വെള്ളം പോലായിരിക്കും, ഇപ്പോഴാണ് കുറച്ച് തിക്കായത്. പക്ഷെ അമ്മ ചെയ്യുന്ന സമയത്ത് ആ പുളിശ്ശേരി ഭയങ്കര തിക്കാണ്. അപ്പം ആ പുളിശ്ശേരി ഒരു തോരൻ കാണും, ഒരു മീൻ പൊരിച്ചത് കാണും, ഒരു മാങ്ങയും മുരിങ്ങയ്ക്കയും തേങ്ങ അരച്ചൊരു മീൻ കറിയാണ്. ഇതാണ് റെഗുലർലി ഉള്ളത്. പിന്നെ ഗീതമ്മയ്ക്ക് ഒരു മാജിക്കുണ്ട്. ആ മാജിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്ത് ചെയ്താലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കും, തട്ടിക്കൂട്ടി. പഴംപൊരിയുണ്ട്. അമ്മയുടെ ചായ പോലും അത് ആക്ച്വലി ഞാൻ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയനായിരുന്നു. ഫോർ എക്സാമ്പിൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമായി രാവിലെ. അപ്പോൾ അമ്മ ഈ രാവിലെ എണീക്കാൻ വേണ്ടി ചെയ്യുന്നത് ചായ ഇട്ടിട്ട് കൊണ്ടുവന്ന് തലക്കട വയ്ക്കും, എന്നിട്ട് അങ്ങ് പോകും. അപ്പോൾ അവിടെ ഒന്നും പറയും തണുത്തു പോവേ. അപ്പോൾ ഇത് തണുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എണീറ്റ് ചായ കുടിച്ച് ഉറക്കവും പോയി. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആ ചായയുടെ ടേസ്റ്റ് ഇപ്പോഴും. ഈ ഗീതമ്മ എന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് വാചാലനാവാറുണ്ടല്ലേ? അപ്പോൾ വിജയൻ അച്ഛനില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു അച്ഛൻ എന്നുള്ള നിലയിൽ? ഞാൻ ഒരു വലിയ കഴിവുള്ളൊരു വ്യക്തിത്വമൊന്നും അല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഡിസ്കവറിയാണ് ഞാൻ ആക്ച്വലി. കാരണം ഞാനിവിടെ നാട്ടിൽ ഒരു പരിപൂർണ തോൽവിയായിട്ട്, കാരണം നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന എല്ലാ ദിവസവും. അത് ഞാൻ പറയുന്നത്
ഈ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഏറ്റവും ഏർലി സ്റ്റേജിലാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും അന്ന് ക്ഷേത്രത്തിൽ പോരുന്നത് എനിക്ക് അടി കിട്ടരുത് എന്ന് പ്രാർത്ഥിക്കാനാണ്. കാരണം ഈ ചന്ദനക്കുറിയൊക്കെ ഇട്ട് വരുമ്പോൾ പിടിച്ച് അടിക്കത്തില്ല. കാരണം അന്ന് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയി, ഇപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയി എന്നൊക്കെ പറയണം. അങ്ങനെ അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൃഗീയമായ രീതിയിലാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കാണാൻ അച്ഛനും അമ്മയും ഇല്ല. അപ്പം നമ്മൾ കിടന്ന് നിലവിളിച്ചിട്ട് നാട്ടുകാരൊക്കെ കൂടാറുണ്ട്. അപ്പം വിഷയം എന്ന് പറയുന്നത്, ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അവിടെ വരികയാണ്. അവിടെ വരുമ്പം എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് കത്തയക്കുകയാണ്. മൂത്ത മകനാണല്ലോ ഞാൻ, കുടുംബത്തിലെ തന്നെ. അപ്പം ആൺകുട്ടികൾ തന്തയുടെ കൂടെ നിന്ന് വളരണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അങ്ങനെ എൻ്റെ അച്ഛൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമയത്ത് ഐ എം ബേസിക്കലി എ ബിഗ് ഫാറ്റ് സീറോ ആക്ച്വലി. പിന്നെ അച്ഛനാണ് എൻ്റെ ലാംഗ്വേജ്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, എൻ്റെ കൂടെ ഉറക്കം ഒഴിച്ചിരുന്നത് വെളുപ്പാങ്കാലത്ത് 5 മണി 4 മണി വരെ. കാരണം എനിക്ക് അങ്ങോട്ട് കയറത്തില്ല തലയിലോട്ട്, ഭയങ്കര സ്ലോ ലേണറാണ്. അങ്ങനെ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം അച്ഛൻ കൈവിടുന്ന അവസ്ഥയായി. അപ്പം അച്ഛൻ എൻ്റെ പറഞ്ഞിട്ട്, ഈ 10ാം ക്ലാസ് കൊണ്ട് നീ പഠിക്ക്, എന്നിട്ട് നീ വല്ല ട്യൂട്ടോറി എന്നാണ് പറയുന്നത്. ട്യൂട്ടോറി ഈ പറയുന്ന പാരലൽ കോളേജിൽ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ എടുക്കാം, കാരണം ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ കലാപരമായി ഭയങ്കരമായിട്ട് മിമിക്കുകയും ഡാൻസ് ചെയ്യും. ഇപ്പം സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്. അന്ന് ഈ സ്കില്ലിനൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല. നമുക്ക് പഠിക്കുന്നവനാ ഏറ്റവും വലിയ മിടുക്ക്. അപ്പം ബേസിക്കലി സംഭവിച്ചതെന്ന് പറയുന്നത്, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അന്നേരം അച്ഛൻ എന്നെ പഠിത്തം വിടുക ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് രാത്രി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അച്ഛൻ പിന്നെ എനിക്ക് വിട്ട് തന്നിട്ട് പോവുക. അപ്പോൾ അച്ഛൻ വിചാരിച്ചവനൊരു ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടും, പാസ്സായി കഴിഞ്ഞാൽ വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു ദൈവാധീനം എന്ന് പറയുന്നത്, ഞാൻ എന്ത് പഠിച്ചു അത് പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നുള്ളതാണ് അതിനൊരു മാജിക് വർക്ക് ചെയ്തത്. ഞാനിപ്പം ഈ സയൻസ് ബുക്കിനകത്ത് ആകെ വരയ്ക്കാൻ പഠിച്ചത് ചെമ്പരത്തി പൂവാ, ഹിബിസ്കസ്. അപ്പോൾ ആ ഹിബിസ്കസ് മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ അതെൻ്റെ ഒരു ബ്ലെസ്സിങ് ആവാം, ഇല്ലേ പ്രാർത്ഥനയുടെ ഫലമാവാം, എന്തും ആവാം. അങ്ങനെ എന്നെ ട്യൂട്ടോറി, അതായത് പാരലൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി SRC കഴിഞ്ഞിട്ട് എന്നെ അബുദാബി നേരെ നാട്ടിലോട്ട് വിട്ടു. നാട്ടിൽ വന്ന് നിന്ന്, അപ്പോൾ എനിക്കറിയാം ഞാൻ നന്നായിട്ട് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ആർക്കും പറയാനും ഒന്നും പോയില്ല. അപ്പം ഹയർ ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് ഞാൻ പാസ്സായത്. അത് എൻ്റെ അച്ഛൻ സ്റ്റേജിൽ കയറി നിന്നിട്ട്, എൻ്റെ അച്ഛൻ അന്ന് ഒരു ഷെഫേഴ്സോ പാക്ക് എന്തോ ഒരു പെന്നൊക്കെയാണ് അന്ന് കോംപ്ലിമെൻറ്റ്. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ എന്നോട് വിളിച്ചിട്ട് ഐ എം സോ പ്രൗഡ് ഓഫ് യു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ ലൈഫിൽ. ഐ ടുക്ക് ഇറ്റ് ഫ്രം ദേ. പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ആയാലും പക്ഷേ എൻ്റെ ലാംഗ്വേജ് ഒക്കെ, ഐ വെരി ഫോണ്ട് ഓഫ് ലാംഗ്വേജസ്. ഞാൻ ചൈനീസ് സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും, 25 ലാംഗ്വേജസ്. then I got it to myself. പഠിക്കാൻ തുടങ്ങി, എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു ഞാൻ ആദ്യം എടുത്തത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ആദ്യത്തെ കോഴ്സിൽ പോയി സെലക്ട് ആയ ആളാണ് ഞാൻ. അന്ന് ഹോട്ടൽ പണിക്ക് പോകുമെന്നും പറഞ്ഞ് വീട്ടിൽ കളിയാക്കി. അങ്ങനെ അത് കട്ടിയിട്ട് അന്ന് MBA ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്പന്ദനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറകെ പോയി. പക്ഷെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് വന്നു. ഗീതാമ്മ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഡിഷ് എന്താണ്? ഗീതാമ്മയ്ക്ക് ഈ വിഷയം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്ത്, അതായത് ഈ പാനിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് മറ്റേ ഡീപ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗീതാമ്മ. അത് മാത്രമല്ല, ഗീതാമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി ഞാൻ വളർന്നിട്ടില്ല, വേറൊരു വിഷയം. ഗീതാമ്മയുടെ കൈ കൊണ്ട് ആഹാരം കഴിച്ചാൽ, നേരത്തെ പറഞ്ഞ കണക്ക് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ വെറും 10 വർഷമാണ്. വെറും 10 years അടുപ്പിച്ചുള്ളൂ. കാരണം എൻ്റെ 10 വയസ്സിൽ ആണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് എത്തുന്നത്. 3-3.5 വയസ്സിലാണ് ഞാൻ ബോർഡിങ്ങിൽ വരുന്നത്, എൻ്റെ 3.5 വയസ്സിൽ. ഈ 10 വയസ്സ് തൊട്ട് ഏകദേശം ഓൾമോസ്റ്റ് ലൈക്ക് 25-25 വയസ്സ് എൻ്റെ അമ്മ പോയി. ഈ 15 കൊല്ലത്തിൽ 5 കൊല്ലം ഞാൻ ഗൾഫിൽ, അവിടെ ഇവിടെയും. അമ്മ നാട്ടിലുള്ളപ്പോൾ ഞാൻ ഗൾഫിലുള്ളപ്പോൾ നാട്ടിൽ. 10 years ഓഫ് ജീവിതമേ ഉള്ളൂ. എൻ്റെ അമ്മ 47ാമത്തെ വയസ്സിൽ പോവുക. ഈ 10 years ഓഫ് ലൈഫ് സ്പാനാണ് എനിക്ക് മതി വന്നിട്ടില്ല. 2 കാരണങ്ങളാലാണ്. ഒന്ന്, ദൈവം എൻ്റെ നിന്ന് എൻ്റെ അമ്മയെ കൊണ്ടുപോയതിൽ ഐ എം നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. 2, ഗീതാമ്മ പോകാനും പാടില്ലായിരുന്നു. ഗീതാമ്മ ഈ സ്ട്രിക്റ്റ് ഡയറ്റോ ഇല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കേഷനൊന്നും സഹകരിക്കുന്നൊരു പേഴ്സണാലിറ്റി അല്ല. എൻ്റെ അച്ഛൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലായി. ഭയങ്കര സ്റ്റേൺ ലേഡിയാണ്. അപ്പോൾ ഈ 10 years ഒരു മൂത്ത മകനെന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്, അതിൻ്റെ ഒരു പ്രയാസവും എല്ലാം വെച്ചിട്ടാണ് ഇനിയൊരു ജന്മം ഗീതാമ്മ എടുക്കണമെങ്കിലും ഞാൻ ചെല്ലേണ്ടി വരും. കാരണം ഗീതാമ്മ നോക്കുന്നത് എന്താണ്, ദൈവം ഗീതാമ്മയ്ക്ക് ഇനി ഒരു ജന്മം എടുക്കണമെങ്കിൽ ഒരു മകൻ ജനിക്കണം. എന്നെപ്പോലൊരു മകനെ കിട്ടിയിട്ട് വേണം ഗീതാമ്മയ്ക്ക് ജനിക്കാൻ.
ഞാൻ ചെന്നാലല്ലേ ഗീതമ്മയ്ക്ക് ജന്മം കിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതേ. അപ്പോൾ അതുകൊണ്ട് അത്രയും നാൾ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതല്ലാണ്ട് കൊച്ചുനാൾ മുതൽ എന്നെ നോക്കി വളർത്തി ഒന്നുമല്ല. 10 ഇയേഴ്സേ ഉള്ളൂ എൻ്റെ ലൈഫ്. ഈ 10 ഇയേഴ്സിനകത്ത് വാരി തന്നതും വെച്ച് തന്നതുമാണ് ഇന്നും എൻ്റെ ഓർമ്മകളായിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറയാം. പിന്നെ എന്നെ ഗ്രൂം ചെയ്തതും ഡെവലപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും എൻ്റെ ലാംഗ്വേജ്, പേഴ്സണാലിറ്റി എല്ലാം വിജയൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ. പുള്ളിയായിരുന്നു എന്നെ കലാപരമായി സപ്പോർട്ട് ചെയ്തതും പ്രൊമോട്ട് ചെയ്തതും ഇല്ലാത്തതൊക്കെ വാങ്ങിച്ചു തരിക, ഫാൻസി ഡ്രസ്സിന് കൊണ്ടുപോകുക. ഇവർ രണ്ടുപേരും കൂടെ ഗ്രൂം ചെയ്തെടുത്തൊരു പേഴ്സണാലിറ്റിയാണ്. അത് അവർക്ക് തന്നെയാണ് അതിൻ്റെ അന്തസ്സും അഹങ്കാരവും എല്ലാം ഉണ്ടാവുന്നത്, അല്ലാണ്ട് എനിക്കല്ല. പിന്നെ ഗീതമ്മയെ ഓരോ സെക്കൻഡും മിസ് ചെയ്യാതിരിക്കുമോ? ഇപ്പം നിങ്ങൾ പോലും അമ്മ മരിച്ച് 22 വർഷമായി അല്ലേ? 22ാമത്തെ വർഷത്തിലും താങ്കൾ വരുമ്പോഴും അന്വേഷിച്ചത് ഗീതമ്മയാണ്. അതെൻ്റെ ഒരു അനുഗ്രഹമല്ലേ? എത്ര മക്കളെ അല്ലേ? അമ്മയുടെ പാരമ്പര്യമായ ഒരു രസക്കൂട്ടുകൾ തന്നെയാണോ ഇപ്പോഴും? അതെ, അമ്മച്ചിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട്, അത് റെസിപ്രോക്കേറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ ഞാൻ ഐ ട്രാവൽ അറൗണ്ട് ദ ഗ്ലോബ്. അപ്പോൾ ഞാൻ അതിനകത്ത് പിന്നെ ബാക്കിയുള്ള ഇൻ്റർനാഷണലി കിട്ടുന്ന ഏഷ്യൻ കൾച്ചർ എന്ന് പറയും. അപ്പോൾ നമുക്ക് വെസ്റ്റേൺ ഉണ്ട്, ഈസ്റ്റേൺ ഉണ്ട്, സദേൺ ഉണ്ട് അല്ലേ? നമ്മുടെ ഏഷ്യൻ കൾച്ചർ അനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് പ്ലാൻ വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കള്ളശാപ്പായാലും ശരി, അല്ലെങ്കിൽ ടൊടി ബാറായാലും ശരി, എന്തെന്ന് പറഞ്ഞാലും ബേസിക്കലി കഴുകി ഉണക്കിയ മുളക് പൊടി വേണം, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വേണം. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണാണ്. ഏത് കൊപ്ര എന്നാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? സൾഫറുള്ള കൊപ്രയിലാണ് ചക്കിലാട്ടിയിട്ട് കാര്യമുണ്ടോ? ഇൻഗ്രീഡിയൻസ് മാറ്റേഴ്സ്. എന്ത് റെസിപ്പി കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ക്ലിനിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓരോ പ്രോപ്പർട്ടി ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും അവരുടെ അടുത്ത് ഇൻസിസ്റ്റ് ചെയ്യുന്നത് പ്ലീസ്. പിന്നെ നമ്മൾ അറിയാണ്ടോ ഇപ്പോൾ നമ്മളെ പിറകെയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സർപ്രൈസ് ആയിരിക്കും. ഈ ക്വാളിറ്റി ക്ലിങ് ഓൺ ചെയ്യുക, ക്വാളിറ്റിയെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഒരു ബ്ലഡ് ലൈനിൻ്റെ പ്രശ്നമാണ്. കാരണം ഒരു ഡോഗിനെ വാങ്ങിക്കുമ്പോഴും നമ്മൾ ബ്ലഡ് നോക്കി വാങ്ങിക്കണമെന്നല്ലേ അല്ലേ? എൻ്റെ ഒരു സെയിങ് എന്ന് പറഞ്ഞാൽ മണി മേക്സ് യു റിച്ച്. കറക്റ്റ് അല്ലേ? മണി മേക്സ് യു റിച്ച്, ബ്ലഡ് മേക്സ് യു റോയൽ അല്ലേ? സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് റിച്ച്, ഇറ്റ്സ് അബൌട്ട് ബീങ് റോയൽ. അപ്പോൾ ആ സ്റ്റാൻഡർഡൈസേഷനിലേക്ക് ജനങ്ങളെയും കാണണം. കാരണം നമ്മുടെ സംസ്കാരത്തിലാണ് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. നീ അതിഥിയും ദൈവത്തെ പോലെ കാണണം, മാതൃദേവോ ഭവ. ഇതൊന്നും വേറെ ആരും പഠിപ്പിക്കുന്നില്ല. പ്രകൃതിയെപ്പോലും ദൈവത്തിനെ പോലെ കാണുന്നതോ ആരാധിക്കുന്നതോ വേറെ ലോകത്ത് വേറെ കൾച്ചേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു കൾച്ചർ, അതിനും കേരളം പോലത്തെ മനോഹരമായ ഒരു സംസ്ഥാനം, അവിടെ ഇത്രയും വെജിറ്റേഷനും ഇത്രയും ഫ്രൂട്ട്സും അല്ലേ ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗോവ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവർ ഫെനി ഉണ്ടാക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതിനെന്തുമാത്രം അടിയാന്ന് ഗോവയിൽ പോയിട്ട് ഫെനി കൊണ്ടുവരണേ. എൻ്റെ ചോദ്യം, നാച്ചുറലി ഫെർമെൻ്റ് ചെയ്ത് വരുന്ന തെങ്ങും കള്ളിനോട് നമുക്കെന്താണ് ഇത്രയും ഒരു വിരോധം? ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അതിനെ അതപ്പതിച്ച് കാണുന്നത്? എന്തുകൊണ്ട് കേരളം പോലത്തെ സംസ്ഥാനം നമ്മളെ സ്വന്തം തെങ്ങും കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? ഏറ്റവും ഇപ്പോൾ ശിവാശ്രീകൾ ഇല്ലെങ്കിൽ അങ്ങനെ ഓരോ ബ്രാൻഡുകളുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പം ജാക്ക് ഡാനിയൽ, ഇല്ലെങ്കിൽ ഗ്ലെൻലിവറ്റ്, ഇതൊക്കെ ഓരോ നാളും സ്കോട്ടിഷ് വിസ്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കര തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ പിന്നെയും പറഞ്ഞു, ഗോവയിൽ നിന്ന് വരുന്ന ഫെനിക്ക് വരെ ആരാധകരുണ്ട്. എന്തുകൊണ്ട് നമ്മളെ തെങ്ങും കള്ളിനെ ഇതേപോലെ ബൂസ്റ്റ് ചെയ്യുന്നില്ല? കഴിക്കണം കുടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനൊരു മൊറൽ വാല്യൂ കൊടുക്കണ്ടേ? തെങ്ങിൽ നിന്നും വരുന്നു. തെങ്ങെന്ന് പറയുന്നത് അല്ലേ? കേരളം, കേരളത്തിൻ്റെ തേങ്ങ, കേരളത്തിൻ്റെ കരുക്ക്, കേരളത്തിൽ നിന്ന് ഒരു കരുക്ക് കുടിച്ചിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് നീ ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? ആ തേങ്ങയിൽ അരച്ചൊരു ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എന്തുകൊണ്ട് മലയാളികൾ ഉൾപ്പെടെ പറയുന്നില്ല? എനിക്കൊരു ആൻസർ തരാൻ പറ്റൂ? അങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയിപ്പിക്കണം സിസ്റ്റർ. നമ്മളെല്ലാവരും വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. ഈ പാരമ്പര്യമായിട്ടുള്ള വിഭവങ്ങളെ ഇപ്പോഴത്തെ കമേഴ്ഷ്യൽ നീഡ്സ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്? ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്കുള്ളത് കൂടുതലും NRIകളും ഈ പറയുന്ന യാത്ര ചെയ്ത് വരുന്ന ടൂറിസ്റ്റുകളും ഒക്കെയാണ്. സ്വന്തം ദേശത്തിലെ മലയാളികൾ അല്ലെ സ്വന്തം ദേശത്തിലെ ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് മീൽസ് കിട്ടുമെന്നാണ് അന്വേഷിക്കുന്നത്. സിസ്റ്റർ ചിന്തിക്കേണ്ട ഒരു കാര്യം, 10 രൂപയുള്ളൊരു ബണ്ണ്, ഒരു 100 ഗ്രാം ചിക്കൻ അരച്ച് അതിനകത്തോട്ട് എടുത്ത് വെച്ച് ഇച്ചിരി മയോണൈസും തേച്ചാൽ 150 രൂപയ്ക്ക് വിൽക്കാം. പേര് ബർഗർ.
നമ്മൾ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ച വെളിച്ചെണ്ണ, പിന്നെ അതിന് വേണ്ട മസാല, ഒരു വാഴയിലേക്ക് 5 രൂപ വിലയാണ്. ഇതെല്ലാം ഇട്ട് ഊണ് കൊടുത്താൽ അത് 50 രൂപ വാങ്ങിക്കാവും. ഈ ഹോട്ടലുകാർ വല്ല മുതുകാടുമാണ് ആണോ? നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? തലയ്ക്കകത്ത് ആള് താമസം. ഈ പാവപ്പെട്ടോ എങ്ങനെ 50 രൂപയ്ക്ക് ഊണ് വരും? അപ്പോൾ 8 മലക്കറിയും ഈ മലക്കറി ചീഞ്ഞെന്നെല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭക്ഷണം വെച്ചാൽ ആരാ ഇതിനു വേണ്ടി മെനക്കിടുന്നത്? നിങ്ങളല്ലേ. നിങ്ങളൊരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണ്ടേ? നമ്മൾ ചെറുക്കനെ കാണുമ്പോൾ, പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ, ഒരു പെണ്ണിനെ കാണുമ്പോൾ നാട് മൊത്തം അന്വേഷിക്കും. അല്ലാതെ അവനെ കണ്ട ഉടനെ ചാടിക്കയറി കെട്ടുകയല്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഫുഡിനെ പറ്റി അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചറിവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളൊരു നാരങ്ങ വെള്ളം വഴിയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുന്നു. ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ അയാൾ നാരങ്ങയ്ക്കകത്ത് ഉപയോഗിച്ച് വെള്ളം മിനറൽ വാട്ടർ അതോ ഡിസ്പെൻസറുണ്ടോ? അതിൽ പൊട്ടിച്ചിട്ട് ഐസ്, അതിനെന്തെങ്കിലും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ട് ഉള്ള കാശ് മൊത്തം അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഹോസ്പിറ്റലിനെ ഡോക്ടറെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഡോക്ടർ അവിടെ വിളിച്ചിട്ട് കയറി വാ എന്ന് വിളിക്കുന്നൊന്നുമില്ലല്ലോ. വിളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇവിടുത്തെ ആൾക്കാർ പൊതുവെ പുറത്ത് പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ബുച്ചറി, ഫിഷ് മാർക്കറ്റ് എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡൈസേഷനാണ്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, മാങ്ങ, തേങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് ഉടുത്ത് കളയും. അത്രയും ക്ലീൻ ആയിരിക്കും. ഇവിടെ ഷൂസ് ഷോറൂമിലും ഫ്രൂട്ട്സ് റോഡിലും വയ്ക്കുന്നത് അല്ലേ? ഫ്രൂട്ട്സ് എവിടെ വയ്ക്കുന്ന? റോഡിൽ. അതിനെന്തെങ്കിലും സ്റ്റാൻഡേർഡൈസേഷൻ? ഈ വാങ്ങിക്കുന്ന മലയാളി ചിന്തിക്കണ്ടേ? കാശ്മീരിലും അവിടെയും ജനിച്ച ആപ്പിള് ഈ പറയുന്ന 30 ഡിഗ്രി 40 ഡിഗ്രി ചൂടി കിടന്നിട്ട് എങ്ങനെ ജീവിച്ചിരിക്കുന്നു? ഇത് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാലും ചീത്തയാവും. എങ്ങനെ സംഭവിക്കും? ഇത് പിന്നെ നിങ്ങളെ വയറ്റിൽ പോയിട്ട് എങ്ങനെ ചീത്തയാവും? അല്ലേ? ഈ ചെറിയ ചെറിയ ചിന്തകൾ മതി നമുക്ക് ആരോഗ്യസമ്പന്നമായി ജീവിക്കാൻ. എത്രയോ വീടുകളിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ പേരയ്ക്ക നിന്നിട്ടേ കിളിയും വവ്വാലും അണ്ണാനും കഴിച്ചുകൊണ്ട് പോകുന്നതാണ്. എത്രയോ ഞാൻ ചിലപ്പോൾ ഇറങ്ങി എന്നിട്ട് പറിച്ചു തന്നു. ഇന്ന് പിള്ളേർക്ക് വേണ്ട. പണ്ട് നമ്മളെ വീട്ടിലൊരു ചക്ക പഴുത്താൽ എല്ലാവരും കൂടെ ചേർന്നിരുന്നു ഒരു തീറ്റ മത്സരം അല്ലേ? ആ ചക്കക്കുരു ഒന്ന് ചുട്ട് തിന്നാൻ നമ്മൾ അടികൂടിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഇന്ന് ഈ അടുത്ത കഴിഞ്ഞ 5 കൊല്ലം എടുത്തു നോക്ക് സിസ്റ്ററെ, ആരെങ്കിലും ഒരാൾ ചക്കക്കുരു ചുട്ട് തിന്നാൻ വിളിച്ചിട്ടുണ്ടോ? ചുട്ട് തന്നിട്ടുണ്ടോ? ചുട്ട് തിന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കി ഒരു കാറിനകത്ത് ട്രാവൽ ചെയ്ത് കുറച്ച് ഹൈ പ്രൊഫൈൽ ബ്രാൻഡുകളും ഇട്ട് നടന്നാൽ ലൈഫ് ഹാപ്പിയായി എന്ന് ചിന്തിക്കും. സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു സ്പീച്ചുണ്ട്, ഡെത്ത് ബെഡിൽ കിടന്നാൽ എൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിരുന്നു ചിന്തിച്ചു. ഇതെല്ലാം ഡെത്ത് ബെഡിൽ എത്തുമ്പോഴാണ് ആൾക്കാർക്ക് ഈ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ഞാൻ അങ്ങനല്ല. ഞാൻ പറഞ്ഞു കൊടുക്കും, എൻ്റെ പൊന്നു ബ്രദർ സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? എന്താ കഴിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പേരയ്ക്ക നിങ്ങൾ പറിച്ച് കഴിക്കുന്നുണ്ടോ? പപ്പായ ഭയങ്കര ഔഷധ ഗുണമാണ്, ഡെയിലി കഴിക്കുന്നുണ്ടോ? നിങ്ങളെ മോഷൻ പോകാനും നിങ്ങളെ ഇൻറ്റസ്റ്റൈനൽ ഹീലിങ്ങിനും എല്ലാം ഹെൽപ്പ് ചെയ്യും. നിങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? 10 രൂപ കൂടുതൽ കൊടുത്ത് വാങ്ങിക്കും. നല്ല വെളിച്ചെണ്ണ വാങ്ങിക്കും. അമ്മയുടെ മുലപ്പാലിനോട് സാമ്യമുള്ള ഒരേ ഒരു ദ്രാവകം വെന്ത വെളിച്ചെണ്ണ, അറിയോ? അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഡെയിലി ഒരു സ്പൂൺ കുടിച്ചാൽ അമ്മയുടെ മുലപ്പാൽ തരുന്ന എല്ലാ ഔഷധ ഗുണങ്ങളും തരുന്ന വെന്ത വെളിച്ചെണ്ണയാണ്. ആര് കുടിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ഇഫ് ദ നേച്ചർ ഡിഡ്ന്റ് മേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കൊണ്ട് റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഒരു ഫുഡ് വൈസ് ആണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു എഴുത്താണി അല്ലെങ്കിൽ ഒരു ഭയൽവാൻ, അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് പോലെ ലിമിറ്റഡ് ആയിരുന്നു. ഇന്നിപ്പം ടോട്ടലി മാറി. അതായത് നമ്മളുടെ റെസ്റ്റോറൻറ്റ് കൾച്ചർ ടോട്ടലി ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഒന്ന്, ഇവരെല്ലാം സക്സസ്ഫുൾ ആണോ? ഇവരെല്ലാം സഫർ ചെയ്യാം. എന്തായിരിക്കും അവർ സഫറിങ്ങിൻ്റെ കാരണം? ഒന്ന്, ലേബർ ഇല്ല. കാരണം പണ്ട് തട്ടുകട എന്ന് പറയുന്നതിലെ വഴിയോരക്കട എന്ന് പറയുന്നത് 1 2 ഒക്കെ കാണും. ഇന്ന് മുക്കിന് തട്ടുകടകളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ലേബർ അവിടെ പോയി വർക്ക് ചെയ്ത് അവൻ്റെ 1000 1500 അവൻ ഇൻഡിപെൻഡൻറ്റ് മുതലാളിയായിട്ട് ഉണ്ടാക്കുകയാണ്. പാവപ്പെട്ട ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന് ഇന്ന് നല്ല എംപ്ലോയീസിനെ കിട്ടത്തില്ല. കൊണ്ടുവരുന്നത് മൊത്തം അന്യസംസ്ഥാന തൊഴിലാളികളെയാണ്. ഇവർ എപ്പോൾ കാണും? രാവിലെ എണീക്കുമ്പോൾ കാണത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം.
അങ്ങനെ രാത്രി കിടക്കുന്ന ഈ മുതലാളി ഇന്ന് പ്രാർത്ഥിച്ചിട്ടും പ്രഷറിന് മരുന്ന് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം രാവിലെ എണീക്കുമ്പോൾ ഇവനെ കാണത്തില്ല. പ്രഷർ കുക്കറിന് വെസ്സിലടിച്ച് 4, 5, 6, 7 ആയപ്പം മുതലാളി എന്ന് നോക്കിയപ്പം അവിടുത്തെ കുക്കിനെ കാണുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ നാട്ടിൻ്റെ അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്തു? കേരളീയൻ കലാചാരത്തിനെയൊക്കെ അങ്ങ് വിട്ട് പെട്ടെന്ന് ചുട്ട് തിന്നാവുന്നതും കരിച്ച് തിന്നാവുന്നതും സാധനങ്ങളായി. ബാർബിക്യൂ എന്ന് പറയുന്നതാണ് ആക്ച്വലി സ്ലോ കുക്കിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബാബാക്വോ എന്നാണ് അതിന് പറയുന്നത്, സ്ലോ കുക്കിംഗ്. ഇവിടെ അങ്ങോട്ട് എടുത്ത് 2 പ്രാവശ്യം കൊണ്ട് കഴിച്ച് തിന്നിട്ട് പറയും ബാർബിക്യൂ ആണെന്ന് പറയും. ഒരിക്കലും അല്ല, അത് ബാർബിക്യൂ അല്ല. ബാർബിക്യൂ തന്നെ ചെയ്യാനായിട്ട് 2 hours പ്ലസ് വേണം പ്രോസസ്സ് ചെയ്ത് മിനിമം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ബേസിക്കലി ചൈനീസ് നൂഡിൽസ് എന്താണ്, ഇല്ലെങ്കിൽ ചൈനീസ് ഫ്രൈഡ് റൈസ് എന്താണ്, ഇല്ലെങ്കിൽ ബാർബിക്യൂ എന്താണ്, അറേബ്യൻ ഷവർമ എന്താണ്, ഈ പറയുന്ന മന്തി എന്താണ്, ഇവർക്ക് അറിയില്ല. ഈ ദുബായ് കാണാത്തവൻ്റെ അടുത്ത് അറബിയുടെയും ദുബായിയുടെയും കഥ പറയുന്ന പോലെ. ഇത് അറിയാത്തതുകൊണ്ട് ഇവർ ഈ മയോണൈസും അതും ഇതും എല്ലാം വാരി അങ്ങ് തിന്നുക. ഇത് തിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ്, ക്യാൻസർ, അബ്ഡമനൽ പ്രോബ്ലംസ്, സ്റ്റോണ്, സ്കിൻ അലർജി ഇതെല്ലാം വരിക. പലർക്കും പൈൽസ്, മോഷൻ മൂവ്മെൻറ്റ് ഇഷ്യൂസ്. എന്ത് ചെയ്യാൻ പറ്റും? ഇതാരാ കുക്ക് ചെയ്ത് തരുന്നത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഷെഫിൻ്റെ അടുത്ത് ഞാൻ പോയി നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാനിത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവനിത് നിങ്ങളുടെ ടേബിളിലേക്ക് എത്തിക്കുന്നത്. നേരെ മറിച്ച് 10ാം ക്ലാസ്സും കുസ്തിയോ സ്കൂളിൻ്റെ തിണ്ണ പോലും കാണാതെ ആസാമിൽ നിന്നും UP നിന്നും വണ്ടി കയറി വരുന്ന ഇവരുടെ ഭക്ഷണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പോയി വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഞാൻ അവനെ കുറ്റം പറയണോ അതോ നിങ്ങളെ കഴുതെന്ന് വിളിക്കണോ? കറക്റ്റ്. സോ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് നോട്ട് ദിയർ ഫോൾട്ട്, ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. എൻ്റെ ഫുഡ് കുക്ക് ചെയ്ത് തരുന്ന ആൾ മിനിമം ഒരു മലയാളിയാണോ? അയാൾക്ക് അതിനെപ്പറ്റി ഒരു വിവരവും വിജ്ഞാനവും ഉണ്ടോ? എത്ര നാളായിട്ട് അയാൾ ഈ പണി ചെയ്യുന്നുണ്ട്? കാരണം എന്താ, ഞാൻ എന്നെ കാണുന്നത് ഒരു കാളവണ്ടിയായിട്ടല്ല. എന്നെ ഞാൻ കാണുന്നത് ഒരു ഫെറാറിയും ഒരു റോൾസ് റോയ്സ് ഒരു മിനി കൂപ്പർ പോലെ. അപ്പോൾ എന്നെ ഫ്യൂവൽ ചെയ്യുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കും അദ്ദേഹം എന്ത് വെള്ളമൊക്കെ. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ബിക്കോസ് ഐ ലിവ് ഇൻ ഹെവൻ ആൻഡ് നോട്ട് ഇൻ, ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് ഇൻ ഹെൽ. ഈ എഡ്യൂക്കേഷനാണ് ഇന്ന് ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ഇവിടെ എത്രയോ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇവിടെ വലിയ വലിയ ഹോസ്പിറ്റൽസാണ്. ഇവർ ഡ്രൈവ് ചെയ്ത് ബെൻസിലും BMW ഒക്കെ വന്നിട്ട് 2 അൽഫാം, 2 ഷവായി, 2 ഷവർമ ഇല്ലെങ്കിൽ മന്തി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇത് ആരാ മോനെ ഉണ്ടാക്കിയേ? അവന് ഇതിനെപ്പറ്റി വല്ലതും അറിയാവോ? അവന് ഈ മന്തി എന്ന് പറഞ്ഞിട്ട് യമനിൽ പോയിട്ട് എന്തെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവന് ഏതെങ്കിലും ഷെഫ് ഇതിനെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ടോ? അവനിതൊക്കെ പ്രോപ്പർ വെള്ളത്തിലോ ആണോ കുക്ക് ചെയ്യുന്നത്? ഈ പറയുന്ന എംപ്ലോയീസ്, സോ കോൾഡ് എംപ്ലോയീസിനെല്ലാം ഇവിടുത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റിയോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടോ? ഒരു മിനിമം ട്രെയിനിങ് സ്കിൽ അവർ കൊടുത്തിട്ടുണ്ടോ? ആർക്കും എന്തും ചെയ്യാം എന്നൊരവസ്ഥയല്ലേ അത്? താങ്കൾ ചിന്തിച്ചു നോക്കണം. ഫാർമസിയിൽ മരുന്ന് മാറിക്കൊടുക്കുന്നത് പോലെ ക്രൈമാണ് താങ്കൾക്ക് കെമിക്കൽ ഇട്ട് ഫുഡ് തരുന്നത്. അതിനേക്കാൾ വലിയ ക്രൈമാണ്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കുറച്ച് ടെസ്റ്റ് സ്റ്റാൻഡേർഡ്സും കുറച്ച് പേപ്പർ ഡോക്യുമെൻസും അല്ല. കുക്ക് ചെയ്യുന്ന ആൾ ആരായാലും ഒരു മിനിമം ട്രെയിനിങ് എടുക്കുക, ഇല്ലെങ്കിൽ മിനിമം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ വലിയ കളിനറി സ്കൂളിൽ പോയി പഠിക്കണമെന്നൊന്നും പറയില്ല. കാരണം കളിനറി സ്കൂളിൽ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായി നല്ലൊരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാത്തവന്മാരാണ് കൂടുതലും ഉള്ളത്. ബേസിക്കലി നല്ലൊരു ചമ്മന്തിയും നല്ലൊരു ഓംലെറ്റും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഒരു സ്കില്ല് പഠിച്ചിട്ടും കാര്യമില്ലെന്ന് എൻ്റെ വിശ്വാസം. അപ്പം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഒരു 3 വർഷം ഒരു ഷെഫിൻ്റെ കൂടെ നിന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, 2 വർഷം. ഇത് എങ്ങനെങ്കിലും പാവപ്പെട്ടവന് 25, 30, 50 ലക്ഷം രൂപ മുടക്കി റെസ്റ്റോറൻറ്റ് ഇട്ടു, അയാളെ കുറ്റം പറയാൻ പറ്റും? അയാൾക്കിത് പൂട്ടാൻ പറ്റും? അയാളൊരു പാഷനായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ബംഗാളി പൊറോട്ട അടിച്ചാലും കുഴപ്പമില്ല, നേപ്പാളി ചമ്മന്തി അടിച്ചാലും കുഴപ്പമില്ല, കൂട്ടാതെ ഇതെങ്ങനെ ഓടിക്കാം? കാഞ്ഞിരമറ്റത്ത് പോയി നോക്കിയാൽ സിസ്റ്ററിന് കാണാം എത്രത്തോളം ഡ്രീമുകൾ പൂട്ടി അവിടെ കിടക്കണം. അപ്പൊ ഈ കൾച്ചർ ഇന്ന് എന്തുകൊണ്ടാണ്, ചോദ്യത്തിലേക്ക് വരാം, ഈ പറയുന്ന മന്തിയിലും ബർഗറിലും ഒക്കെ നിൽക്കുന്നതിന്റെ റീസൺ പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല. 2 ബംഗാളി ഉണ്ടെങ്കിൽ ഓടിക്കാം. അവൻ ഈ പറയുന്ന പണിയും സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാരി കോരിയാൻ കൊടുത്താൽ മതി. ആ തിന്നുന്നവന് ഇതിനെപ്പറ്റി ഒന്നുമില്ല, പ്ലേറ്റിനകത്ത് ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടം വരെ നിറഞ്ഞാൽ ഹാപ്പി, സൂപ്പർ. നല്ലൊരു ഓംലെറ്റ് കഴിക്കണമെങ്കിൽ പോലും നമുക്കൊരു 30 to 60 rupees ചിലവാണ്. കാരണം എഗ്ഗ് വേണം, ചെറിയ ഉള്ളി, കാന്താരി, കരിവേപ്പില, തേങ്ങാപ്പീര, വറ്റൽമുളക്, ഇതെല്ലാം നല്ല ലേശം പാൽ ഒഴിച്ച് ഫ്ലഫി ആയിട്ട് അടിച്ച്
സോൾട്ട് ഇട്ട് പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് കഴിക്കുമ്പോൾ ആ മുട്ട കൊണ്ട് വെക്കുമ്പോൾ തന്നെ അതിനൊരു വാസനയുണ്ട്. പണ്ട് നമ്മളെ വീട്ടിലൊക്കെ മുട്ട പൊരിക്കുമ്പോൾ ഒരു വാസനയുണ്ട്. ഈ പാം ഓയിലിനകത്ത് തട്ടുകടയിൽ ചെന്നുകൊണ്ട് ഒരു ഡബിൾ ഓംലെറ്റ് എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതല്ലാണ്ട് അതിനകത്ത് യാതൊരു ഫീലും ഇല്ല. നമ്മൾ ഈ ഈ പറയുന്നത് എക്സൈറ്റഡ് ഇല്ലെങ്കിൽ അത് തിന്നാം ഇത് തിന്നാം എന്നല്ലാണ്ട് ആ ഓംലെറ്റ് ഫ്രണ്ട് ഇരിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ മണം അടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, ആ വെളിച്ചെണ്ണ ഉള്ളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആ എഗ്ഗുമായിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ആ മുട്ട ചവയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ്, അതിന് 60 രൂപ കൊടുക്കണം. അത് വാങ്ങിച്ച് ഞാൻ പറയാം 2 കോഴിമുട്ടയ്ക്ക് 10 രൂപയല്ലേ ഉള്ളത്. എൻ്റെ ചോദ്യം, GSTയും ഇലക്ട്രിസിറ്റി ബില്ലും AC-യുടെ കറണ്ട് ബില്ലും ഇതെല്ലാം കൂടെ ഒരു മാവൻ കൊടുക്കും അല്ലേ? നമുക്കിത് പേ ഔട്ട് ചെയ്യണ്ടേ? സാലറി തന്നെ ഇന്നൊരു പൊറോട്ടക്കാരൻ്റെ സാലറി 1500 to 2000 റുപ്പീസാണ്. അത് 4 per day. ഒരു ഡോക്ടറിന് 50,000 അടുപ്പിച്ച് സാലറി. ഇവ എന്ന് വരും എന്ന് വരത്തില്ല എന്നറിയില്ല. അത് അന്ന് വൈകുന്നേരം തന്നെ സെറ്റിലും ചെയ്തോ. ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയണം. സ്വാഭാവികമായിട്ടും ഇവരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സമ്മാനം. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് പോയി ഒരു ദോശക്കല്ല് പോയി വാങ്ങിച്ചുകൊണ്ട് 1500 2000 രൂപ ഒരു ഷെഡ് അടിക്കും. ഇവരെല്ലാവരും വിളിക്കുന്ന പാവപ്പെട്ടവനെന്നാണ്. ഈ 1500 രൂപ പെർ ഡേ സാലറി വാങ്ങിക്കുന്ന ജനറൽ മെഡിസിൻ പഠിച്ചിട്ട് ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് 30,000 റുപ്പീസ് സാലറിക്കാണ്. ഒരു ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നത് 18,000 രൂപ സാലറിക്കാണ്, B.Ed എടുത്തിട്ട്. അപ്പോൾ ഈ ടീച്ചർ ഈ പൊറോട്ടക്കാരനെ കാണാൻ പോയിരുന്നു പാവപ്പെട്ടവൻ കഷ്ടം. ഇതിൽ ആരാ പാവപ്പെട്ടവൻ അല്ലേ? ഇതെല്ലാം നമ്മളുടെ മൈൻഡിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ആരും ഒരു റെസ്റ്റോറൻറ്റും തുടങ്ങരുത്. നിങ്ങൾ തട്ടുകടകൾ ഇടുക, അല്ലെങ്കിൽ വഴിയോര കടകൾ ഇടുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു 50,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റേ വരും. ഡെയിലി ഒരു 1500 രൂപ വീട്ടിൽ കൊണ്ടുപോകാം, 50,000 രൂപ വീട്ടിൽ കിട്ടും. 50,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് 2 മാസത്തിൽ ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്യാം. വലിയ വലിയ ഹോട്ടലുകളിടും, പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം, അവർ വരുമോ വരത്തില്ലയോ. ബേസിക്കലി ആത്മാർത്ഥത എന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. എന്ത് ചെയ്യണം? പണ്ടൊക്കെ നമുക്ക് തെങ്ങിക്കയറുന്ന ഒരാൾ കാണും, 1 വർഷമായാലും 2 വർഷമായാലും 10 വർഷമായാലും പുള്ളി കറക്റ്റിന് വന്ന് നമ്മളെ തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് 2 കരിക്ക് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ മുടി വെട്ടുന്ന ആൾ കാണും, എല്ലാ മാസവും വരും, കറക്റ്റ് വെട്ടി നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്താ ആ ഒരു സിൻസിയറിറ്റി ഇല്ല. എല്ലാവരുടെയും വിചാരം നമ്മൾ എന്തോ ആണെന്നാണ്. അപ്പോൾ ഒന്നുമല്ല. ബിക്കോസ് ഓഫ് യു ഹു ഐ ആം. ഉബണ്ടുവിൽ വിശ്വസിക്കാൻ തുടങ്ങണം അല്ലേ? അതൊരു ആഫ്രിക്കൻ പ്രോവർബ്. ബിക്കോസ് ഓഫ് യു ഹു ഐ ആം. നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ. ഇതാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നുമാണ്. ഇന്നത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സഫർ ചെയ്യുന്നത് ഡ്രഗ്സിലും അതർ പ്രോഡക്ട്സിലുമാണ്. എന്തുകൊണ്ട്? വിഷരഹിത ആഹാരം കഴിച്ചാൽ വിഷരഹിത ചിന്താഗതികളുണ്ടാവും. നമുക്ക് 50 വയസ്സ് 60 വയസ്സിന് ചേട്ടനെടുത്ത് ചേട്ടാ വാ നമുക്ക് ഡ്രഗ്സ് അടിക്കാൻ പോകുന്ന പോടാ കോപ്പയെന്ന് പറഞ്ഞ ആൾ പോകും. ഇന്നത്തെ പിള്ളേർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു വിസ്ഡം ഉണ്ടാവുന്നില്ല? കാരണം അവർ മരുന്നടിച്ചതും കെമിക്കലും തിന്നല്ലേ വളർത്തുന്നത് അല്ലേ? കെച്ചപ്പ്, ബർഗർ, മറ്റേ ഈ കെമിക്കൽ തിന്ന് വളരുന്നവൻ പിന്നെ വേറെ എന്തിൻ്റെ പുറകെ പോകും? ഇതൊരു ജനറൽ തോട്ട് പ്രോസസ്സാണ്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നിങ്ങളെ മക്കളെ പാക്കറ്റ് ബിസ്ക്കറ്റ്, പാക്കറ്റ് അത്, പാക്കറ്റ് ഇത്, പാക്കറ്റ് ജ്യൂസ്, ഫ്രൂട്ടി, സോറി പേര് പറയുന്നില്ല, പാക്കറ്റ് ജ്യൂസുകൾ, പാക്കറ്റ് ഇത്, ഫിസി ഡ്രിങ്ക് എല്ലാം പൊട്ടിച്ചു കൊടുക്കുക. ഡ്രഗ്സ് കൂടി കഴിക്കരുതാണ്. ഈ കഴിച്ച എല്ലാം ഡ്രഗ്സ് അല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? പിന്നെ എങ്ങനെ? യു ഫെഡ് ദം, യു മേഡ് ദം ടു റൺ ബിഹൈൻഡ് ഡ്രഗ്സ്. നമ്മൾ നാച്ചുറലി ഫീഡ് ചെയ്യുന്ന ഒരു ബേബിയും അങ്ങനെ പോയില്ല. എൻ്റെ ഒരു തോട്ട് പ്രോസസ്. ഇതിന് ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്. ഇതിനെ അനുകൂലിക്കുന്നവർ അല്ലേ കണ്ടാൽ മതി. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ എന്താ വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ടയർഡായോ? ഇല്ല, കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരാളെ തന്നെ അതെനിക്കൊരു എന്താ പറയുക ലൈഫ് ലോങ് ഒരു മെമ്മറി ആയിരിക്കും. സോ അതിന് എനിക്ക് എന്താ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഷർണിയോടാണ് താങ്ക്സ് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരു ഓണസ്റ്റ്ലി പറഞ്ഞാൽ യു ആർ എ ബോൾഡ് ആൻഡ് എ ബ്യൂട്ടിഫുൾ വിമൻ ആക്ച്വലി. ഞാൻ കണ്ടിരുന്നു പല വീഡിയോസും ചാനൽസും. സോ എൻഡ് ഓഫ് ദ ഡേ ആസ് ഐ ടോൾഡ് യു, it is how you handle your life. Yes. Now. Yeah.
ദിസ് മൊമെൻറ്റ്. അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് കറക്റ്റായിട്ട് പറയണം. പിന്നെ ജീനിയസ് ഇതെല്ലാം ഒരു ആഡിഡ് വാല്യൂ മാത്രമാണ്. നമ്മളുടെ കാര്യം നമ്മൾ ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ദ യൂണിവേഴ്സ് വിൽ ഡു ദ നെസസറി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. So thank you so much. That was a wonderful interview. Thank you. Thank you very much. Yeah.